നമ്മുടെ മക്കൾ എപ്പോൾ വിശന്നിരിക്കുന്നോ ആ സമയത്ത് ഫുഡ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അത് വിശപ്പില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണമായിട്ട് പുറകെ നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുഞ്ഞിന് വിരക്തിയാവും. അതുപോലെ കുഞ്ഞിന് ഭക്ഷണത്തിനോടുള്ള ഒരു വെറുപ്പും അതുപോലെ തന്നെ താല്പര്യക്കുറവൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുഞ്ഞു പക്ഷേ കഴിച്ചില്ലാന്നിരിക്കാം, ഈ ഭക്ഷണം വേസ്റ്റ് ആവുകയും ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭക്ഷണ പദാർത്ഥം കാണുമ്പോൾ ഇവ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ആ ഭക്ഷണം നമ്മൾ ഒരുമിച്ചിരുന്ന ഫുഡ് ഫാമിലി എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ കുഞ്ഞ് ഭക്ഷണം മണം അടിക്കുമ്പോൾ അല്ലെങ്കിൽ കാഴ്ചയിൽ കുഞ്ഞിൻ്റെ ഒരു റിയാക്ഷനുണ്ട്, ഭക്ഷണത്തോടൊരു താല്പര്യം കുഞ്ഞ് പ്രകടിപ്പിക്കും, അതിനോടൊരു നോട്ടം അല്ലെങ്കിൽ കൈ എത്തിച്ച ഭക്ഷണം എടുക്കാനുള്ള ശ്രമം നടത്തുക, അതല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സൗണ്ട് ഉണ്ടാക്കുക, ഭക്ഷണം കഴിക്കാൻ താല്പര്യം. അപ്പോൾ പലപ്പോഴും പല പാരൻസ് എന്താ വെച്ചാൽ മക്കൾ ഇങ്ങനെ ബഹളം വയ്ക്കുമ്പോഴും കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഇങ്ങനെ പ്രയാസമുണ്ട്, അവർ വേറെ മുറി പോയിരുന്ന് ഭക്ഷണം കഴിക്കും. കുഞ്ഞ് കാണുകയില്ലേ ഞാൻ കഴിക്കുന്ന ഭക്ഷണം കുഞ്ഞിന് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ, അവന് വിശപ്പ് ഇതാവുന്നുണ്ടോ, ബുദ്ധിമുട്ടാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞ് പ്രയാസം കാണിക്കുന്നുണ്ട്, കുഞ്ഞ് ഭക്ഷണം താല്പര്യം കാണിക്കുന്നുണ്ട്, കുഞ്ഞിന് ഭക്ഷണത്തിനോട് ആ ഒരു കാഴ്ചയിലും മണത്തിലും കുഞ്ഞിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്, അതിൻ്റെ അർത്ഥം കുഞ്ഞിന് ഫുഡ് കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിശക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് മനസ്സറിഞ്ഞ് നമ്മൾ ആ ക്യൂസ് മനസ്സിലാക്കണം. ഫുഡ് കഴിക്കാനുള്ള കുഞ്ഞിൻ്റെ ആ ഒരു താല്പര്യം ആ സമയത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് കുഞ്ഞിനെ ആ സമയത്ത് ഫീഡ് ചെയ്യുന്ന എപ്പോഴും ഉത്തമമായിരിക്കും.